സംസ്ഥാന സർക്കാരിന്റെ 65 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണത്തിന് പിന്നാലെ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ അറിയിപ്പുകൾ എത്തി. 2026 ജൂൺ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടിയാണ് എത്തിയിരിക്കുന്നത്. പദ്ധതി ആനുകൂല്യം 5 സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന, സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിലേക്കും എത്തിച്ചേരും. 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ ആനുകൂല്യം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതമായ 300 മുതൽ 500 രൂപ വരെ കൈപ്പറ്റുന്ന 7 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. നിലവിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന 24.47 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പെൻഷൻ തുക വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാറിന്റെ പകർപ്പും മറ്റ് അനുബന്ധ രേഖകളും നൽകി അപേക്ഷ വയ്ക്കാവുന്നതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാവും തുക എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ 200 മുതൽ 500 വരെയുള്ള കേന്ദ്രവിഹിതവും ആധാർ-അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാവും വിതരണം നടത്തുക. 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആധാറുകൾ പുതുക്കി ഗുണഭോക്താക്കൾ പുതിയ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത 5 പെൻഷനുകൾ കൈപ്പറ്റുന്ന വാർദ്ധക്യ, വിധവ, ഭിന്നശേഷി, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ജൂൺ മാസം 30-ന് മുന്നോടിയായി തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ആളുകളും മറ്റ് പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകളും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഇതിനു പുറമെ ഭൗതിക സാഹചര്യ പരിശോധനകൾ വീണ്ടും കർശനമാക്കാനൊരുങ്ങി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, റൂഫിംഗ് ചെയ്തിട്ടുള്ള വീടുകൾ, എയർ കണ്ടീഷൻ ചെയ്ത വീടുകൾ, 4 ചക്ര വാഹനമുള്ള വീടുകൾ, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ എന്നിവർ പദ്ധതിയിൽ നിന്നും പുറത്താക്കപ്പെടും. ജൂൺ 19-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക ഉയർത്തുമ്പോൾ 500 രൂപയുടെ വരെ വർധനമാണ് ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതേസമയം UDF സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ധവളപത്രം സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള ലക്ഷണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും കർഷക തൊഴിലാളികൾ അടക്കമുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയാൽ കേരളം പ്രക്ഷോഭഭരിതമാകുമെന്നും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വയോധികർക്കും നൽകുന്ന ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനായി LDF സർക്കാർ രൂപീകരിച്ച കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഇല്ലാതെയാക്കി കേന്ദ്ര സർക്കാർ മാതൃകയിൽ ആധാർ അധിഷ്ഠിത ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് ധവളപത്രം ശുപാർശ ചെയ്യുന്നത്. KSSPL വഴി വായ്പയെടുത്താണ് കുടിശ്ശിക വരുത്താതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ LDF സർക്കാരിന് സാധിച്ചത്. ആ രീതിയിൽ നിന്നും പിന്മാറുന്നു എന്നതിനർത്ഥം കുടിശ്ശികയുടെ UDF കാലം തിരികെ വരുന്നു എന്നുള്ളതാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. UDF സർക്കാർ ആധാർ DBT സംവിധാനത്തിലേക്ക് പൂർണ്ണമായും മാറണമെന്ന് വാശി പിടിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കടുത്ത വരുമാന സ്വത്ത് മാനദണ്ഡങ്ങൾ ക്ഷേമ പെൻഷൻ അർഹതയ്ക്കായി സംസ്ഥാനത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും അതിലൂടെ ലക്ഷക്കണക്കിന് പെൻഷൻ ഗുണഭോക്താക്കളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് പുതിയ സർക്കാർ കണക്കുകൂട്ടുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ ഏപ്രിൽ മെയ് മാസ വിതരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ വീട്ടമ്മ പെൻഷൻ ഇനത്തിലേക്ക് മാറ്റി തുകയിൽ വർധനവ് വരുത്തുമെന്നുകൂടിയുള്ള വാഗ്ദാനം നേരത്തെ തന്നെ UDF സർക്കാർ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബജറ്റിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ തുകയുടെ വർധനവ് കൂടിയാണ് ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. അടുത്ത പ്രധാന അറിയിപ്പ്, പെൻഷൻ എന്നത് തൊഴിലുടമ നൽകുന്ന ഔദാര്യമല്ല എന്നും മറിച്ച് ദീർഘകാലത്തെയും തുടർച്ചയായതുമായ സേവനത്തിലൂടെ ജീവനക്കാർ നേടിയെടുക്കുന്ന ഭരണഘടനാപരമായ അവകാശമാണെന്നും സുപ്രീം കോടതിയുടെ അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. സർക്കാർ വകുപ്പുകളിൽ ദീർഘകാലമായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർക്ക് അവരുടെ ജോലി ഔദ്യോഗികമായി സ്ഥിരപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും വിരമിക്കുമ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. താൽക്കാലിക ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നുള്ള കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.